ആയുർവേദം നമ്മുടെ ഒരു ജീവിതചര്യയാണ്. ജീവിതചര്യ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിവുണ്ടെന്ന് വല്ല ബോധ്യമുണ്ടോ? എങ്ങനെ മനസ്സിലാവും അത്? പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ മനസ്സിലാവും? നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിവുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവും? ഹെവി ഫുഡ് കഴിച്ചാൽ വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ആഹാരം കഴിച്ചാൽ, നല്ല സദ്യ ഉണ്ടാലും നമുക്കൊരു ഡൾനെസ് ഫീൽ ചെയ്യും ഇല്ലേ? ഇനി നല്ല എരിവും നല്ല ഫ്രൈ ചെയ്തൊരു സാധനം, നല്ല കരിമീൻ നല്ല എരിവോടുകൂടി കഴിച്ചാൽ ദാറ്റ് വിൽ ഹാവ് ആൻ ഇമ്പാക്റ്റ് ഇൻ യുവർ മൈൻഡ്. ഉണ്ടാവില്ലേ? നമ്മുടെ മൈൻഡ് ഭയങ്കര ചഞ്ചലത്വം ഉണ്ടാവും. ആയുർവേദം പറയണത് നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാരമാണ് 4th ഡേ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ ബിഹേവിയറായിട്ട് മാറുന്നതെന്ന് പറയാം. മൈൻഡായിട്ട് മാറാൻ 4 ദിവസം എടുക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്വഭാവം എന്തായിരിക്കും? 4 ദിവസം മുന്നേ നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെ സ്വഭാവമാണ് നമ്മൾ ഇന്ന് കാണിക്കുക. അതിൽ തന്നെ ആഹാരം നമ്മൾ 3ആയിട്ട് തിരിക്കും. ഒന്ന് സാത്വികം ആഹാരം, രാജസിക ആഹാരം, താമസിക ആഹാരം. സാത്വിക ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിച്ചാലാണ് നമുക്ക് കൂടുതലും ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ടാവുക. അതായത് ഒരു അറ്റൻഷൻ കൂടും, കോൺസെൻട്രേഷൻ ഉണ്ടാവും, കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിരിക്കും നമ്മുടെ മൈൻഡ്, ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഉണ്ടാവും. അതേസമയം രജോ ഗുണമുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര നമുക്കൊരു ഒരു 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 പെർപ്ലക്സ്ഡ് മൈൻഡായിരിക്കും. തീരുമാനങ്ങൾക്കൊന്നും ഒരു വ്യക്തത ഉണ്ടാവില്ല. ആസ് ആൻ അഡൾട്ടാണ് പറയണേ. കുട്ടികളിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? അവർ കുറച്ചൊരു ഹൈപ്പറായിരിക്കും, കുറച്ചൊരു റെസ്റ്റ്ലെസ് ആയിരിക്കും, അവർക്ക് ഒരിടത്തേക്ക് നോക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ താമസികമായിട്ടുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഡള്ളായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇന്ന് പോയി പരീക്ഷിക്കേണ്ടത് നന്നായിട്ട് എരിവുള്ള ആഹാരം കഴിച്ചു നോക്കുക. കഴിക്കാറുണ്ടല്ലേ ടെൻഷൻ വരുമ്പോൾ? ഇത് കഴിച്ചതിൻ്റെ 3-ാം ദിവസം ഒന്ന് മൈൻഡ് ഒന്ന് നോക്കണം. നമുക്ക് തീരുമാനം എടുക്കാൻ കഴിവുണ്ടാവില്ല. കാണുന്നവരോടൊക്കെ ദേഷ്യം വരും, ശബ്ദ അസഹിഷ്ണുത വരും. ഒരാൾ ഒച്ചച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. രസക്ഷയ ലക്ഷണാസ് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങൾ നമുക്ക് ഉണ്ടാവുന്നതിന് ഒരു പങ്ക് ആഹാരത്തിന് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആഹാരമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്.